ഏയ് 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 ആരൊക്കെ ഫോൺ ഓണാക്കീണ്? പ്രതിവേട്ടാ ആരെയും കാണുന്നില്ലല്ലോ. ഒരാള് വന്നു. നമ്മള് കൊറേ ദിവസമായി ടീം ഓറഞ്ചിൽ വന്നിട്ട്, അതുകൊണ്ടായിരിക്കില്ല എത്ര അത്. പതിനൊന്നാളായി. ഞാൻ പറയുന്നത് നിങ്ങക്ക് കേക്കാണ്ടോ? റസിത്താത്ത എന്തുണ്ട് വിശേഷം? കുഞ്ഞുട്ടിയെ സുഖമായിട്ടിരിക്കണു, സന്തോഷായിട്ടിരിക്കണു, സമാധാനായിട്ടിരിക്കണു. എന്താണ് കുഞ്ഞുട്ടി അന്റെ വിശേഷങ്ങളൊക്കെ? ജോവിത മേരി ഹായ് ചേച്ചി. അബ്ദുൽ കരീം ചോദിച്ചിട്ടുണ്ട് നിങ്ങളുടെ പേരെന്താണെന്ന്. ഇതേ കുഞ്ഞുട്ടി ചോദിക്കണേ കണ്ടില്ലേ? റസിത്താത്താണ്. ഇതാണ് നമ്മുടെ പേര്. അപ്പൊ ടീം ഓറഞ്ചിന്റെ നല്ല രസകരമായിട്ടുള്ള ഒരു ലൈവിലോട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളതേ ഭാരതപ്പുഴയുടെ തീരത്തുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് കേട്ടോ. നോക്കിയൊക്കെ ഫുള്ള് കാടും മേടും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് ഒരു സ്ഥലത്താണ്. സത്യൻ ഹായ്, മുഹമ്മദ് ഹായ്, ഗീത ഹായ് ചേച്ചി, ഷാംസ് ഹായ്, അബ്ദുൾ റസാഖ് ഹായ്, ഒരുപാട് പേര് ഹായ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മളിന്ന് എവിടെ? അതെ അതെ. അപ്പൊ ദേ നമ്മളെ കണ്ടപ്പോ ഈ ചേട്ടൻ മാംഗോ ടീമാണല്ലോ എന്ന് ഞങ്ങളിങ്ങനെ സ്നേഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ പ്രതിവേട്ട? അപ്പോഴാണ് ഞങ്ങക്ക് ഒത്തിരി സന്തോഷാവുന്നത്. ചേട്ടാ ഇനി ടീം ഓറഞ്ചിലും ഉണ്ടാവും കേട്ടോ കണ്ടന്റുകള്, മാംഗോ ചില്ലിയില് മാത്രല്ലേ. താങ്ക് യു സോ മച്ച്. ആ ചേട്ടൻ നമ്മളെ കാണാനായിട്ട്. എന്റെ വീട് എടപ്പാള് നടുവട്ടം. ഇന്ന് ഷൂട്ട് ഇവിടെ. ഞങ്ങളിങ്ങനെ പുതിയതായിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ. ഗീത പറയുന്നുണ്ട് എല്ലാ വീഡിയോസും കാണാറുണ്ട് ഗീത ചേച്ചി, ഒത്തിരി സന്തോഷം. ഇതെവിടെയാ സ്ഥലം? നല്ല വിശേഷമാണ്, നല്ല മഴയാണ്. ഓ ഇവിടെ നല്ല മഴയുണ്ട്. അപ്പൊ ദേ നമ്മുടെ പ്രതിവേട്ടൻ ഇവിടെ ഉണ്ട് കേട്ടാ. പ്രതിവേട്ട നമ്മളിന്ന് എവിടെയാ ഒന്ന് പറഞ്ഞു കൊടുത്തേ നമ്മുടെ പ്രേക്ഷകർക്ക്. കുറ്റിപ്പുറത്താണുള്ളത്. കുറ്റിപ്പുറം തൃക്കണാപുരം കെൽട്രോണിന്റെ അടുത്ത് നിയർ MES എഞ്ചിനീയറിംഗ് കോളേജ്, ഭാരതപ്പുഴ തീരത്ത്. ഇത് പുലിമട എന്ന് പറയുന്ന സ്ഥലമാണ്. അതായത് സ്ഥലമല്ല, ഈ വീട്. ഇവിടെ എല്ലാ കലാകാരന്മാരും ഒത്തുകൂടും. എവിടെ ചെന്നാലും കലാകാരന്മാർക്ക് ഒത്തുകൂടാൻ വേണ്ടിയിട്ട് ഒരു കേന്ദ്രം ഉണ്ടായിരുന്നു. ഇന്ന് അവിടെയാണ് ഷൂട്ട്. ഇത് ഭാരതപ്പുഴ തീരത്തുനിന്ന് ഒരു 100 മീറ്റർ പുറത്ത്. അത്രയും കാടത് ഫോറസ്റ്റ് ഏരിയയാണ്. കണ്ടോ ഫുള്ള് കാടാണേ. നമ്മളെ വീട് കാണിച്ചു കൊടുത്തില്ലേ? ഇല്ല, കാണിച്ചു. എല്ലാവർക്കും സ്വാഗതം. അതെ അതെ. അപ്പൊ ഇതാണ് ഇന്ന് നമ്മുടെ ലൊക്കേഷൻ. ഒന്ന് കാണിച്ചു കൊടുക്കോ ബാക്കിലോട്ട് പോയിട്ട്? ഇതാണ് വീട്. ഈ വീട്ടിലാണ് നമ്മളിന്ന് ഷൂട്ട് നടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇന്ന് ഞങ്ങൾ 4 മണിക്ക് വരാന്ന് പറഞ്ഞിരുന്നെങ്കിലും കുറച്ച് വൈകിപ്പോയി. ഷൂട്ടിലായിരുന്നു. അതിനിടയിൽ 1-2 ടേക്കൊക്കെ എടുത്തിട്ടില്ലേ? സാധാരണ ഞങ്ങൾ അങ്ങനെ ടേക്ക് എടുക്കാറില്ല. പക്ഷെ നമ്മുടെ നൂഹ് 2-3 ടേക്ക് എടുത്തിട്ട് ഞങ്ങളുടെ സമയം കളഞ്ഞു. അപ്പൊ അതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. രജിൻ ദാസ്, ഞാൻ കോഴിക്കോട്. ബാബുരാജ് വെള്ളില, എല്ലാ വീഡിയോയും അടിപൊളി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ചിലതൊക്കെ നമുക്ക് പോയിട്ടുണ്ട്. നിങ്ങൾ അഭിനയം സൂപ്പറാണ്. ഷാഫി, താങ്ക് യു ഷാഫി. പ്രഭാവിയെ സുഖമല്ലേ? സുഖമാണ്. നിങ്ങളുടെ ഓരോ വീഡിയോ ഓക്കെ, താങ്ക് യു. രാജു പനച്ചി, ഓക്കെ. ആരും അധികം വന്നിട്ടില്ല തോന്നണല്ലേ? നിങ്ങളെ വെടിവെച്ച് കൊല്ലണം. ചങ്ക് മേച്ചേരി, ഓക്കെ. വെടിവെച്ചോളൂ. ഞങ്ങളെ വെടിവെച്ച് കൊല്ലാനായിട്ട് സ്നേഹിക്കൂ അല്ലെ? നമ്മളിപ്പോ ഇവിടെ വന്നു കൊല്ലണം എന്നൊക്കെ എങ്ങനെ പറയാത്തോ? പ്രതിവേട്ടാ, എന്റെ ഏറ്റവും വലിയ ഒരു സമയത്തിന് വിലയില്ലേ? ഓക്കെ, ചങ്കുമേച്ചേരി, ശരിയാണ്. സമയത്തിന് വിലയുണ്ട്. ചില സമയത്ത് നമ്മള് അങ്ങനെ പറ്റിപ്പോയി. പ്രതിവേട്ട എന്തൊക്കെയാണ്? കുഞ്ഞുട്ടിക്കാ ഞാൻ ഞങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടാ, എന്നെ ഏട്ടാന്ന് വിളിക്കരുത്. ഇതാ കട്ടൻ ചായ ഇട്ട് ഇതാ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ട്. എന്താ പേര്?
കോങ്ങാട് കുട്ടി എന്താ കാതികനോ? ഹരിയാണ്. ഹരി ഇന്ന് വെറുതെ ഇവിടെ വന്നതാ. അപ്പൊ അവന് ചായ ഉണ്ടാക്കുന്ന പണി കൊടുത്തിട്ടുണ്ട്. മാത്രല്ല വേറെ പണിയുണ്ട്, ഷൂട്ടുണ്ട്. ഞാൻ വന്നപ്പോഴേ പറഞ്ഞു. അപ്പൊ ഒരു പെഗ് കട്ടൻ ചായ കഴിക്കുന്നുണ്ട്, ആർക്കും ഒന്നും തോന്നരുത്. ആളുകള് ശരിക്കും അല്ല സോറി, ഒരു ഗ്ലാസ് കട്ടൻ ചായ ഞാൻ അറിയാം. അപ്പൊ പ്രതിവട്ടം ചായ പിടിക്ക്, ഞാൻ കുടിക്കാം. ഞങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താ അറിയോ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു മുറിയില് അല്ലെങ്കിൽ ഒരു വീട്ടില്, അല്ലെ പ്രതിവേട്ട? അങ്ങനെയാവുമല്ലോ, ഞാനൊക്കെ അങ്ങനെയാ ഉണ്ടായിരുന്നത്. ഒരു വീട്ടിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന എന്നെ ഇപ്പോ ഒരുപാട് പേര് അറിയുന്നു. അല്ലെങ്കിൽ ഈ അടുത്ത് എന്റെ ഒരു കുടുംബ സുഹൃത്ത് എന്റെ അനിയത്തിയോട് പറഞ്ഞു അത്രേ, അവരുടെ ഏതൊക്കെയോ ആൾക്കാര് സംസാരിച്ച കൂട്ടത്തില് ഒരു പെണ്ണിന്റെ പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്, ഭയങ്കര വൈറലാണ്, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞത്രേ. അങ്ങനെ ഏതാ വീഡിയോ എന്ന് പറഞ്ഞ് ഭയങ്കര ആകാംക്ഷയോടുകൂടെ ഓഫീസിൽ എല്ലാവരും കൂടിയിട്ട് നോക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ആണ്. അപ്പൊ ഇവര് പറഞ്ഞത്രേ, ഇത് എന്റെ ചോരയാണ്, ഇത് എന്റെ കുടുംബാണ് എന്ന്. പണ്ട് എന്നെ തള്ളി പറഞ്ഞ ആൾക്കാരാട്ടോ ഇന്നിപ്പോ എവിടെയാണ്? ചങ്കുമേച്ചേരി പലതവണ പറഞ്ഞ ചങ്കുമേച്ചേരിയുടെ പേര് ആദ്യം ശരിക്കും പറയൂ, അതിനുശേഷം ഞാൻ എന്റെ സ്ഥലം പറയാം. കട്ടൻ ചായയിൽ എന്തെങ്കിലും ഓൺലി കട്ടൻ ചായ. റജിൻ ദാസ് സ്കിറ്റ് അടിപൊളി. ഞാൻ പിന്നെ മോക്കെ റജിൻ. അപ്പൊ ഞങ്ങളെ ഇപ്പൊ എവിടെ പോയാലും ആളുകൾ തിരിച്ചറിയുന്നു. പ്രദീപേട്ടൻ ഇല്ലാശാല എന്നോട് ചോദിക്കും, പ്രദീപേട്ടൻ എവിടെ? പ്രദീപേട്ടൻ നിങ്ങൾ ഭാര്യയും ഭർത്താവുകയാണോ? അതുപോലെ തന്നെ ഞാൻ ഇല്ലാശ ചോദിക്കാറില്ലേ, ഒരുപാട് പറഞ്ഞില്ലേ റസിയ അങ്ങനെ ഒരു മുറിക്കുള്ളിൽ ഒതുക്കി കൂടിയിരുന്ന ഒരു കാലത്തെ പറ്റി. അതിനെ പറ്റിയിട്ട് 2 വാക്ക് പറയട്ടെ. അത് ശരിക്കും എനിക്ക് അനുഭവമുള്ള കാര്യമാണ്. ഞാൻ ഓറഞ്ചിൽ വരുന്ന സമയത്ത് റസിയ അവിടെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആരോട് അധികം സംസാരിക്കുകയൊന്നും ചെയ്യാതെ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിന്റെ മുമ്പ് റസിയയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കാര്യം ശരിയാണ്, മനസ്സിലായി. ഒരു വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിപ്പോയ ഒരു സ്ത്രീ ജീവിതമാണ് റസിയയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ റസിയാന്റെ ഉള്ളിൽ ഒരു കല ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ഓറഞ്ച് മീഡിയയിൽ വന്നപ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതും അങ്ങനെയൊക്കെ ആയത്. അപ്പോൾ ഒരു സ്ത്രീയുടെയും പിന്നെ ജീവിതം അങ്ങനെ ഒരു മുറിക്കുള്ളിലോ അല്ലെങ്കിൽ ഒരു അടുക്കളയ്ക്കുള്ളിലോ മാത്രം ഒതുങ്ങി പോകേണ്ടതല്ല. അടുക്കളയും റൂമും വീടും എല്ലാം നമുക്ക് വേണമെങ്കിൽ പോലും നമ്മുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനും നമുക്കൊരു ജോലിക്ക് പോകാനും മറ്റു കാര്യങ്ങൾ അത്തരം കണ്ടന്റുകളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാവണം, അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒന്നും കൂടി ശോഭിക്കപ്പെടുന്നത്. റസിയ അതുപോലെ തന്നെയാണ്. റസിയ ഇപ്പോ അഭിനയിക്കുകയൊന്നും ചെയ്യാതെ വെറുതെ വീട്ടിലിരിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ റസിയ ആരും അറിയില്ല. റസിയയ്ക്ക് തന്നെ ഒരു ആഹ്ലാദം ഉണ്ടാവില്ല ജീവിതത്തിൽ. 2 ആൺകുട്ടികളുണ്ട്, അവരുടെ സപ്പോർട്ടുണ്ട്, അവരെപ്പോഴും കൂടെ ഉണ്ട്. വളരെ മനോഹരമായ ഒരു ജീവിതം. വലിയ ഒരു അനുഗ്രഹം എന്താന്ന് വെച്ചാല് മൂത്ത മോനക്ക് 18 വയസ്സായി. ഞാൻ ജോലി ചെയ്യുന്ന അതേ കമ്പനിയിൽ എന്റെ മോനും സ്റ്റാഫാണ്. അതെ, അവൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവൻ അവിടെ സാലറി വാങ്ങി ജോലി ചെയ്യാണ്. അപ്പൊ അത് എന്തെന്നാ പറയാ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലാണ് നമ്മളെ ജീവിതത്തിന് ഒരു പുരോഗതി ഉണ്ടാവുള്ളൂ. അതിന്റെ ഉദാഹരണമാണ് റസിയ എന്ന് പറഞ്ഞേ ഉള്ളൂ, അത്രേ ഉള്ളൂ കാര്യം. നമ്മള് കല്യാണാശംസകൾ ആർക്കാണ് സുലൈമാനെ? റസിയ നന്നായി ചെയ്യുന്നു, അതിനപ്പുറം പ്രദീപും. ഓക്കെ രമേശ്. ഒരാണും പെണ്ണും കൂടി വന്ന് അഭിനയിച്ചാൽ എങ്ങനെയാ കല്യാണം ആവുക? ഇനി പ്രതിവട്ടം ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? എന്റെ 18 വയസ്സായ മോൻ ആദ്യം എന്നെ കൊല്ലും, എന്നിട്ട് പ്രതിവട്ടനെയും കൊല്ലും. മാത്രമല്ല നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റും, ഞങ്ങള് എനിക്ക് തോന്നുന്നു ഞങ്ങള് അഭിനയത്തിൽ കൂടിയും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും വർക്ക് ചെയ്യാറ്. ഏതെങ്കിലും ഞങ്ങള് ഇല്ലേ, അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അത് ആ ഒരു കെമിസ്ട്രി ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനും പ്രതിഭേട്ടന്റെ പോലെ ശങ്കരം. ബഷീർ മേച്ചേരി, കട്ടച്ചിറ, തിരൂർ. ബഷീർ, ഈ പേര് ഞാൻ നേരത്തെ എവിടെയോ കേട്ടിട്ടുണ്ട് കേട്ടാ. ഫേസ്ബുക്കിൽ തന്നെയാണെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ, സന്തോഷം. നിങ്ങളുടെ സ്ഥലവും പേരും. ഞങ്ങള് ഒരാള് എടപ്പാളാണ്, ഒരാള് കുറ്റിപ്പാലയാണ്. ഞങ്ങൾ എല്ലാരും മലപ്പുറം ജില്ലക്കാരാണ്. ഞാൻ എടപ്പാൾ തന്നെ, രണ്ടുപേരും എടപ്പാൾ തന്നെ. എന്റെ ഗ്രാമത്തിന്റെ പേരല്ലേ നീ ഇപ്പൊ നേരത്തെ നടുവട്ടം എന്ന് പറഞ്ഞ പോലെ രണ്ടുപേരും എടപ്പാള. പ്രിയപ്പെട്ട സ്ഥലമാണ് നടുവട്ടമൊക്കെ. നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തും. ജയറാമിന്റെ റോള് പ്രദീപ്, റസ്യ, ബിന്ദു പണിക്കര് ഉടനെ ഉണ്ടാവും. എനിക്ക് ചെറിയ നായക വേഷം അല്ലത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെറുതാക്കണ്ട വലുത് തന്നെ. അൻസാർ, നിങ്ങൾ സൂപ്പറാണ്. താങ്ക് യു അൻസാർക്ക, താങ്ക് യു. അപ്പോ ടീം ഓറഞ്ചിൽ ഞങ്ങള് വീണ്ടും ലൈവ് വന്നിരിക്കുകയാണ്. ഒപ്പം ഞങ്ങൾ കണ്ടന്റുകൾ ഇനി വീഡിയോസ് എല്ലാം ടീം ഓറഞ്ചിൽ വീണ്ടും വന്നു തുടങ്ങും. കുറച്ച് ദിവസം അതിനൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇന്ന് മുതലൊക്കെ നമ്മുടെ ടീം മാംഗോ ചില്ലിയിലും അതുപോലെ തന്നെ ടീം ഓറഞ്ചിലും ഞങ്ങൾ വരികയാണ് നിങ്ങളുടെ അടുത്തേക്ക്. ചില സാങ്കേതിക തകരാറുകൾ നമ്മളെ ടീം കറക്റ്റ് അല്ല അല്ലേ?
ക്യാമറാമാനോന്റെ കുസൃതികൾ. എനിക്ക് എന്നെ കളിയാക്കിയ ഒത്തിരി പേരുണ്ട് കേട്ടോ പ്രദീപേട്ടാ. ഒന്ന് എന്നെയും കൂടെ കാണിക്കോ. എന്നെ കളിയാക്കിയ ഒത്തിരി പേരുണ്ട്. അവളൊരു സിനിമ മുസ്ലിം റോളുകളാണ് സൂപ്പർ. പറഞ്ഞു ഓളൊരു സിനിമ നടി, ഓളൊരു അഭിനയിക്കണ, ഓളൊരു പണിക്ക് പോണോള്, ഓളൊരു ശമ്പളക്കാരത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് എന്നെ ചീത്ത അറിയാം മാവേലിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്റെ ഉമ്മ, എന്റെ അനിയത്തി, എന്റെ താത്ത ഒഴികെ ബാക്കി എല്ലാവരും, ബാക്കി ഒരുവിധ ആൾക്കാരൊക്കെ എന്നെ അവഹേളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഒരു ഇതൊക്കെ നമ്മളാലെ പലരും അറിയപ്പെടുമ്പോ അതൊക്കെ അവരോട് മറന്നുപോയി. ഒന്ന് ഞാൻ പറയാം, എനിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് ആർക്കും ഇല്ല. എന്നെ കുറ്റം പറഞ്ഞ ആർക്കും ഇല്ല. എനിക്ക് പ്രദീപേട്ടനെ അറിയാം. പ്രദീപേട്ടൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എത്രയോ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. നാടക കഥാകൃത്താണ്, സംവിധായകനാണ്, പലതുമാണ്. പ്രദീപേട്ടന്റെ കൂടെ എനിക്ക് നിൽക്കാൻ പറ്റുന്നു, അഭിനയിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുണ്ടോ എന്ന് ഞാൻ ഇടക്കിടക്ക് ഞാൻ തന്നെ എന്നോട് മനസ്സിൽ ചോദിക്കും. അല്ലാണ്ട് അവരോട് ചോദിക്കാൻ ധൈര്യമില്ല. അപ്പൊ എല്ലാരും അങ്ങനെ ആയിക്കോളന്നില്ല. നമ്മളുടെ കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും വേണ്ടിയിട്ട് നമ്മളാൽ കഴിയുന്ന ജോലികളൊക്കെ നമുക്ക് ചെയ്യാം. ആ ഒരു അടിസ്ഥാനത്തിലാണ് ഞാനും വന്നത്. ഇന്ന് ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പ്രതിയേട്ടൻ വന്ന അപ്പൊ നമ്മള് ചക്കയിലെ കഴിച്ചേ ചക്കപ്പേരി. ഞാൻ നിങ്ങളുടെ പരിപാടി എപ്പോഴും കാണും. എല്ലാം ഒറിജിനാലിറ്റി ഉണ്ട്. അൻസാർ CA ചാർട്ടേഡ് അക്കൗണ്ടന്റ് അല്ലേ? അല്ല, വെറുതെ പറഞ്ഞാട്ടോ. ചാലിലത്താണി. അപ്പോ അൻസാർക്ക് എല്ലാവർക്കും താങ്ക് യു. ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങൾ മുസ്ലിം ആണെന്നാ വിചാരിച്ചത്? മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ബൗദ്ധനോ ജൈനനോ സിക്കോ പാഴ്സിയോ എന്ത് കുന്തെങ്കിലും ആവട്ടെ, നമ്മൾ മനുഷ്യരായിരിക്കില്ലേ വേണ്ടത്? നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരും മാത്രമേ കാണുന്നുള്ളൂ. ഈ ഒരു ടീം വെച്ചാൽ പക്ഷെ ആ മുസ്ലിം വേഷം അവതരിപ്പിക്കുവാൻ വേണ്ടി ഇസ്ലാം മതവിശ്വാസിയായ റസിയ മുസ്ലിം വേഷം ധരിക്കുന്നത് ഇസ്ലാമിന് അഭികാമ്യമല്ല. പക്ഷെ റസിയയുടെ ജീവിതത്തിന് അത് അഭികാമ്യമാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ മക്കൾക്ക് താങ്കൾ കൊടുക്കുവോ ചെലവിന്? ഇതൊന്നും താങ്കള് മറ്റു സിനിമയിലുള്ള വലിയ സ്റ്റാറുകളുടെ അടുത്ത് പറയില്ലല്ലോ. റസിയാനോട് പറയാം. കാരണം അവള് ആയിഷ മുതൽ ഒത്തിരി മുസ്ലിം ആർട്ടിസ്റ്റുകൾ കേരളത്തിലും അതുപോലെ തന്നെ മറ്റുള്ള എത്രയോ ഇതിൽ നാടകത്തിലാണെങ്കിലും ശരി, സിനിമയിലാണെങ്കിലും ശരി, പൊതുവേദികളിലും ഒക്കെ വന്ന് പ്രസംഗിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്ന താങ്കളൊക്കെ എന്നാടോ നേരം വെളുത്തൊന്ന് കാണാൻ? ഒറ്റ കാര്യം കൂടി പറയാം. ഇത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. മലപ്പുറം ജില്ലയുടെ ഹൃദയ കേന്ദ്രമായിട്ടുള്ള കുറ്റിപ്പുറത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട്. ഒരുപാട് സ്ഥലങ്ങളുടെ ഒരു സംഗമസ്ഥാനം കൂടിയാ. MT വാസുദേവൻ നായരുടെയൊക്കെ വീട് ഇവിടെ അടുത്താണ്. പിന്നെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഭയങ്കരമായ വിപ്ലവം ഉണ്ടായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ സാമൂഹികമായിട്ടും അല്ലാതെയും ഒക്കെ സാഹിത്യപരമായിട്ടും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണം. മലപ്പുറം ജില്ലയിലത്തെ ഒരു സാധാരണ മുസ്ലിം ആയിട്ടുള്ള EK അയ്മുവാണ് ഇജ്ജ് നല്ലൊരു മനസ്സനാവാൻ നോക്ക് എന്ന് പറയുന്ന നാടകം ആദ്യം എഴുതിയത്. മനുഷ്യനല്ലാത്തവരെ മനുഷ്യനാക്കാൻ വേണ്ടി അദ്ദേഹം നാടകം എഴുതി. നിലമ്പൂർ ആയിഷ, എറനാടിന്റെ വീരപുത്രി എന്നുള്ള പേര് അറിയപ്പെടുന്നത്. നിലമ്പൂർ ആയിഷ എത്രയോ കുട്ടിക്കാലം മുതൽ നാടകത്തിൽ അഭിനയിച്ച്, അവര് മുസ്ലിം അല്ലേ? അവരെന്തോരം നാടകങ്ങളിൽ അഭിനയിച്ചു, എന്തോരം സിനിമകളിൽ അഭിനയിച്ചു, എത്ര തരത്തിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. അപ്പൊ അത്രയേ ഉള്ളൂ. അത് മനുഷ്യനാവുക എന്നുള്ളതാണ്. അതിനുശേഷം നമുക്ക് മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യനോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ, ആവേണ്ടവർക്ക് ആവാം. നിങ്ങൾ ചിലപ്പോ ഈ ഒരു ക്യാമറയില് നിങ്ങളുടെ ഫോണിൽ കാണുന്നത് ഞങ്ങളെ രണ്ടുപേരെയോ അല്ലെങ്കിൽ ഹരിനെയോ അല്ലെങ്കിൽ ഈ മോനെയോ ഒക്കെ ആയിരിക്കും. പക്ഷെ ഈ ഒരു ക്രൂ എന്ന് പറയുന്നത് ഒരു 15-20ഓളം അടങ്ങുന്ന ആൾക്കാര് ഞങ്ങളുടെ കൂടെയുണ്ട്. അവരുടെ എല്ലാവരുടെയും കൂടെയാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. അതിന്റെ സുരക്ഷിതവും അതുപോലെ തന്നെ അവരിലും മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ ഉണ്ട്. ഞങ്ങളിലോ ഉള്ളിലോ ഇല്ലാത്ത ഒന്നും നിങ്ങളായിട്ട് ഇനി പറഞ്ഞു തരണ്ട. ഇത് പറയുന്നവര് മമ്മൂക്കാന്റെ അടുത്ത് പോയി പറയില്ല. എന്നാ നിങ്ങൾ വിവരം അറിയും. ദുൽഖറിന്റെ അടുത്ത് പറയില്ല. ഈ പാവപ്പെട്ടവളെ എങ്ങനെയും കഞ്ഞി കുടിച്ചു പോയിക്കോട്ടെ. ഓൺലൈൻ മീഡിയയിൽ മാത്രം വർക്ക് ചെയ്യുന്ന റസിയാന്റെ അടുത്ത് പറയാൻ എളുപ്പമുണ്ട്. ഇനിയുള്ള ഷൂട്ടിംഗ് തിരൂരിലേക്ക് നമ്മൾ ശംഖുമേച്ചേരി അവിടെ ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂട്ടാ, നമ്മൾ വരാം. വന്നിട്ട് ഒരു ദിവസം അവിടെ ഷൂട്ടാക്കാം. നമ്മുടെ സന്തോഷേട്ടൻ തിരൂരുകാരനാ, വരാറുണ്ട് അവിടെ വരാം. ജീവിതം വെച്ച് കാണിക്കുന്ന ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഇനിയും തുടരുക. താങ്ക്സ് അൻസറെ. പിന്നെ ആരോ മെസ്സേജ് അയച്ചതിൽ പറഞ്ഞു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. കടം വാങ്ങിക്കാൻ വന്ന കുട്ടിയോട് അങ്ങനെ പെരുമാറിയത് ശരിയായില്ലാന്ന് നമ്മളോട്. പാവം പെൺകുട്ടി. അപ്പൊ ഓക്കെ, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. ശ്രീനാരായണ ഗുരുവാണ് പറഞ്ഞത്. മതം വേണ്ട, ദൈവം വേണ്ട, ഒന്നും വേണ്ട, മനുഷ്യന് ജീവിക്കാൻ സഹോദരൻ അയ്യപ്പനും പറഞ്ഞിട്ടുണ്ട്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന്. ഞങ്ങൾക്ക് മതമില്ല, ദൈവമില്ല. ഞങ്ങൾക്ക് വിശപ്പ് എന്നൊരു വാക്കുകൾ നന്നായിട്ട് അറിയാം. അതുകൊണ്ടല്ലേ നമുക്ക് ഇറങ്ങിയേ പറ്റൂ.
ഐഷ ഹായ്. രജിൻദാസ് ഓക്കെ, നിങ്ങളുടെ നിങ്ങളെ സിനിമയിലെടുത്തു. ജോസ് ഓക്കെ, സിനിമയിലെടുത്തു. ജോസേട്ടാ, ഐഷ റിച്ചു നമ്പർ നിങ്ങൾ ലൊക്കേഷൻ ആണെങ്കിൽ നമ്മുടെ ടീം ഓറഞ്ചിന്റെ നമ്പറിലോട്ട് ഈ പേജിന്റെ ഇപ്പൊ നിങ്ങൾ ഈ ലൈവ് കാണുന്ന പേജിന്റെ മുകളിൽ തന്നെ അതിന്റെ നമ്പർ ഉണ്ട്. ഞങ്ങളെ നമ്പർ, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ. പവിത്രൻ മടിക്കൈ സൂപ്പറാണ് കേട്ടോ, താങ്ക് യു. രാമനാട്ടുകര വരും. രാമനാട്ടുകര കോഴിക്കോട് ജില്ലയിലെ. ആ രാമനാട്ടുകര വരാ റജിൻദാസെ, അതുകൊണ്ട് അടുത്തല്ല, നമ്മുടെ കോഴിക്കോടിന്റെയും മലപ്പുറം ജില്ലയുടെയും സംഗമസ്ഥാനല്ലേ. ഓക്കെ, തീർച്ചയായിട്ടും. ആ യെസ്, മുജീബ് പുതുക്കിടി. ആ മുജീബ് കാ, നിങ്ങൾ പറഞ്ഞല്ലോ അത്. അത് അല്ലി അത്രേ ഉള്ളൂ. നിങ്ങൾ കുറ്റിപ്പുറം, ഞങ്ങളിപ്പോ കുറ്റിപ്പുറം തങ്ങൾപ്പടി ഇല്ലേ, നമ്മുടെ കുറ്റിപ്പുറം പാലത്തിന്റെ അവിടെ നിന്ന് വീണ്ടും ഒരു 1.5-2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റോപ്പ്, കെൽട്രോൺ സ്റ്റോപ്പ് എന്നും പറയും, അവിടെയാണ് കേട്ടോ. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ആ തലയ്ക്ക് മുകളിൽ മാങ്ങയല്ല, ഇത് നാരങ്ങയാണ്. ഇത് എന്താ പറയാ, ഇതിന് ബബ്ലൂസ് നാരങ്ങയോ കമ്പിളി നാരങ്ങ, ഗണപതി നാരങ്ങ അങ്ങനെ എന്തോ പറയാം. ഷാജിക്ക് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സൈറ്റിലെ ഷാജിക്കില്ല, ഷാജിക്ക് ഒരു ബിസിനസ് ടൂറിലാണ്. ഐഷ റിച്ചു താങ്ക് യു. റസിയുടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? റസിയുടെ ഭർത്താവ് ഒന്ന് ശരിക്കും പോലെ ഒന്ന് കാണിച്ചു കൊടുക്കുക, എല്ലാരും ഒന്ന് കാണട്ടെ. എടോ എത്ര പ്രാവശ്യം ഹായ് പറഞ്ഞു. രമേശ് ബിൻ മുഹമ്മദ് റംഷാദ്, ഹലോ റംഷാദ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നമ്മുടെ അവിടെ നിലമ്പൂർ ആയിഷാത്തെയും മമ്മൂക്ക ദുൽഖർ എല്ലാം നരകത്തിൽ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോയിക്കോട്ടെ, ആ പാവം റസിയാനെ നരകത്തിന്റെ വിറകുകൊള്ളിയാക്കണം. ഒരു വിറകുകൊള്ളി കൂടുതൽ ഇരുന്നോട്ടെ, ഒരു ബോണസ് ആയിട്ട് നരകത്തില് ഒരു വിറകുകൊള്ളി കൂടി ബോണസ് ആയിട്ട് ഇരുന്നോട്ടെ. മമ്മൂക്കയും പിന്നെ നിലമ്പൂർ ആയിഷാത്തെയും മറ്റു ദുൽഖറും ഒക്കെ പോകുമ്പോ എന്ന കൂട്ടത്തില് ഒരു വിറകുകൊള്ളി എന്നുള്ള നിലയ്ക്ക് റസിയും പോയിക്കോട്ടെ, അല്ലെ? അങ്ങനെയല്ലേ? കുഴപ്പമില്ല. ഒരു വിറകുകൊള്ളി അധികം വന്ന് വിറകിനൊക്കെ ഇപ്പൊ എന്ത് വില? നരകത്തിൽ ഒരു വിറകുകൊള്ളി കൂടുതൽ ഉണ്ടാവട്ടെ. നിങ്ങൾ നമ്മുടെ മിനിയൂട്ടിൽ വരും, ഇഷ്ടംപോലെ പ്ലേസ് ഉണ്ട് അവിടെ, വന്നാൽ ഞങ്ങള് കാണിച്ചു തരാം. ഓക്കെ, അൻവർ ഇല്ലിക്കൽ. ഓക്കെ, നമുക്ക് ഒരിക്കൽ പരസ്പരം പരിചയപ്പെടണം, കാണാം. ഇതിലെല്ലാവരും ഈ വരുന്ന ആളുകളോട്, നമ്മളോട് സംസാരിക്കുന്ന, മെസ്സേജ് അയക്കുന്ന, കമന്റ് ചെയ്യുന്ന എല്ലാവരും ഒരിക്കലെങ്കിലും കാണണം, നേരിൽ കാണണം, സംസാരിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അത് വെറുതെ പറയുന്നതല്ല. നിങ്ങൾ ആരെങ്കിലും ഈ വഴി വരികയാണെങ്കിൽ, അതായത് കുറ്റിപ്പുറം വഴി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോണ്ടാക്ട് ചെയ്യണം. നിങ്ങൾക്ക് ഒരു ദിവസം അവിടെ തങ്ങിയിട്ട് പോവാം. ഇതാ എന്റെ സ്ഥലം, പുലിമട, പുലികൾ മാത്രം വരുന്ന മട. ഒറ്റപ്പാലം വരും, നല്ല ലൊക്കേഷൻ ഉണ്ട്, അറിയാം. അത് പിന്നെ അറിയാലോ അഷഫ്. തീർച്ചയായിട്ടും നമ്മൾ അറിയില്ല. ഇപ്പൊ ഈ അടുത്ത് നമ്മൾ ഒറ്റപ്പാലത്ത് എവിടെ കഴിഞ്ഞ 2 മാസം മുൻപ് നമ്മൾ ഒറ്റപ്പാലത്ത് ഉണ്ടായിരുന്നു. ആ വീഡിയോസ് ഒക്കെ നമ്മൾ പാറപ്പുറത്തിരുന്ന് ചെയ്ത്. സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി നിങ്ങൾക്ക് നടക്കാം, ഒരു ചെയ്തിട്ട് കാര്യമില്ല. ആർക്കെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അത് എന്തോ റസിയ റംഷാദ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സഹോദരൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി. പോയി. അയ്യോ റംഷാദെ കയ്യിൽ നിന്ന് പോയി. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചത് വളരെ ഇഷ്ടമായി. ആദ്യം മനുഷ്യനാകാൻ നോക്കുക, വളരെ കറക്റ്റ്. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഈ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലടിച്ച് പോരടിച്ച് ജീവിക്കുന്ന എന്തിനാ? ആകെ ഒരു 60-70 വയസ്സ് വരെ മനുഷ്യൻ ഈ ഭൂമിയിൽ ആരോഗ്യത്തോടു കൂടി ജീവിക്കുക. അതിനിടയ്ക്ക് കുറെ തല്ലും ബഹളവും ഒക്കെ ആയിക്കഴിഞ്ഞാ എന്താ ചെയ്യാ? അപ്പൊ അതാ പറഞ്ഞത്, കണ്ടില്ലേ? നമ്മുടെ നാട്ടില് ഇപ്പോ ഇന്ത്യ പാക് സംഘടന ഉണ്ടായത് കണ്ടില്ലേ? മതത്തിന്റെ പേരിലാണ്, വേറെ ഒന്നുമല്ല. അപ്പൊ ആ മതത്തിന്റെ പേരിൽ എന്തിനാണ് തമ്മിലടിക്കുന്നത്? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കുക, അത്രേ ഉള്ളൂ. വളരെ കുറച്ച് കാലം. ഞങ്ങളെ 3 പേരെ കോമ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ? എന്റെ ഹരിയ പാവം. ടീം ഓറഞ്ച് നിങ്ങളുടെ മനോഹരമായ പ്രോഗ്രാം കാണാറുണ്ട്, നല്ല അഭിനയം, സ്ക്രിപ്റ്റ്. ഓക്കെ, താങ്ക് യു. ഗീതാ നമ്പൂതിരി. ഗീതേച്ചി നേരത്തെ വലിയൊരു വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, അല്ലേ? ഞാൻ കണ്ടിരുന്നു കേട്ടാ. ഓക്കെ, സന്തോഷം. കട്ടൻ ചായ തന്നെയല്ലേ? അതെ, കട്ടൻ ചായ തന്നെയാണ്. റംഷാദ പറഞ്ഞു. റംഷാദ് നമ്മളവിടെ മാറഞ്ചേരിയുള്ള ആളാണ്, കൊല്ലും ഞാൻ. എടാ ഷാദേ, നീ തന്നെ ഇത് പറയണം, ഉണ്ടല്ലേ? ഷാദേ, നിങ്ങളുടെ പേര് രേഷ്മ എന്നാണോ? അല്ല, നിലമ്പൂരിന്റെ. ഓ തീർച്ചയായിട്ടും ഞങ്ങൾ വരാട്ടോ. പിന്നെ ഞങ്ങൾക്ക് അറിയാലോ. ഞങ്ങൾ വരും. ഉമ്മർക്ക
നിലമ്പൂർ അടിപൊളിയല്ലേ? ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒത്തിരി മെസ്സേജ്. യുദ്ധം വേണ്ട. ആ യുദ്ധം. ആ ആ ആ ഓക്കെ, അതിനെ കുറിച്ച് സംസാരം വേണം. അപ്പോ പിന്നെ എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് നിങ്ങളോടുണ്ട്. പല തരത്തിലുള്ള കമന്റ്സുകളും ഞങ്ങൾക്ക് വരാറുണ്ട്, ഞങ്ങൾ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഈ പാവത്തിന് നിങ്ങള് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതും ഒരു പാവം മനുഷ്യനാണ്, ഞങ്ങളുടെ കൂടെയുള്ള വലിയൊരു കലാകാരനാണ് അല്ലേ? ഞങ്ങളെ ഹരി, എന്റെ ഹരി, ശുദ്ധ ഹൃദയനായിട്ടുള്ള ഹരി, ഞങ്ങളുടെ പാവം ഹരി. അപ്പൊ അതുകൊണ്ട് കമന്റ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതണോ. കുഴപ്പമില്ലേ, പറഞ്ഞോട്ടെ, നമുക്ക് വിഷമം. നീ കമന്റിന്റെ മുകളിലൊക്കെ ഇവന്റെ ഈ ഒരു ചിന്താഗതിയാണ് എനിക്ക് വിഷമം ഉണ്ടാക്കാറ് പലപ്പോഴും. അവര് പറഞ്ഞോട്ടെ, അവരവരെ തുറന്നു പറയല്ല, അതിന് നമുക്കൊരു വിഷമമില്ല. തിരൂരിൽ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? തിരൂരിലല്ല, ഞങ്ങള് കുറ്റിപ്പുറമാണ്. ലിയ ഫാത്തിമ അബ്ദുൾ ഖയ്യൂം. ആ കയ്യും കാ സുധീറിന്റെ ഒരു കാര്യം ചോദിക്കട്ടോ, കട്ടൻ തന്നെയല്ലേ? നിങ്ങള് വരി, എന്നിട്ട് വേണം. എല്ലാവരും ഇഷ്ടം കയ്യും കാ പെട്ടെന്ന് നിങ്ങൾ പോയ പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. കുറച്ചു ദിവസം മാത്രല്ലേ കണ്ടിട്ടുള്ളൂ, പെട്ടെന്ന് നിങ്ങള് ലീവിന് പോയ. ഗീതേച്ചി എവിടെ സ്ഥലം? നിങ്ങള് രണ്ടും കേടുവല്ലേ? ഞങ്ങൾ രണ്ടല്ലാതെ 3 പേര് ഇവിടെ നിൽക്കുന്നുണ്ട്. എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ വയ്യ ബഷീർക്ക, ചങ്കുമേച്ചേരി വയ്യ. വയ്യ നല്ലത് പോവും, ഞങ്ങള് കയ്യിൽ നിന്ന് ശരിക്കും നിങ്ങൾ രണ്ടുപേരും ആരാണ്? 2 മനുഷ്യർ. ഇപ്പൊ ഞങ്ങൾ 3 പേരുണ്ടല്ലോ, 3 മനുഷ്യർ, ത്രിമൂർത്തികൾ. എന്തൊക്കെയുണ്ട് റഫീഖ് വിശേഷങ്ങൾ? ഞങ്ങള് സുഖമായിട്ടിരിക്കുന്നു. റഫീഖ് എന്ത് പറയുന്നു? സുഖല്ലേ? പ്രതിവട്ടം വള വാങ്ങിക്കൊടുക്കും. ആ എനിക്കാ തിരക്കാ, വള വാങ്ങിക്കൊടുക്കല്. അൻവർക്ക് അങ്ങക്ക് സുഖല്ലേ? ജലീൽ, ഹരീനെ കാണുമ്പോൾ മമ്മൂട്ടിയെ പോലെയുണ്ട്. അയ്യോ, അത് അങ്ങനെയൊക്കെ പറഞ്ഞോളൂ, ഒന്നും കുഴപ്പമൊന്നുമില്ല, അല്ലാതെ തമാശയുള്ള നമുക്ക് മനസ്സിലാവും. പക്ഷെ അതല്ലാതെ ചില കമന്റുകളൊക്കെ കുറച്ച് ബാഡായിട്ട് കുഴപ്പമില്ലാതെ നാത്തുമാരെ വല്ലാതെ കുറ്റം പറയുന്നുണ്ടോ? അങ്ങനെ തന്നെ. ഇക്കുണ്ടായിരുന്ന 2 നാത്തുമാര് കണക്കായിരുന്നു, അതാണ് ഞാൻ നാത്തുമാർ വർഗത്തിനെ മൊത്തം പറയണത്. ഒരാൾ വായിക്കും, ഒരാൾ പറയും. ശരി, ഞാൻ മിണ്ടുന്നില്ല. നല്ല അവതരണം സജിത്ത് മേനോൻ. കാലിക പ്രസക്തമായ കാര്യങ്ങളുടെ കൃത്യമായി തുറന്നു പറച്ചിൽ. ആശംസകൾ. സന്തോഷം. ആ എറണാകുളമാണല്ലേ? എറണാകുളം. ശരി, ഓക്കെ. ഒന്ന് മൈൻഡ് ആക്കുമെന്ന്. ഹായ് അബിൻ, എന്തൊക്കെയുണ്ട് അബിൻ? ബെൻ ജോൺസൺ. എറണാകുളമാണ് ഞാൻ. ഗീത ചേച്ചി പറയുന്നുണ്ട് കേട്ടോ. ഹരിയേട്ടന്റെ ഫാൻസ് ഇത് വന്നിരിക്കണോ? നിജാസെ, സന്തോഷം. സന്തോഷം. അതുപോലെ ഒരു പ്രഭേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കമന്റ് ആയിട്ട്. എന്താണ്? പിന്നെ അങ്ങാടിപ്പുറം തിരുമാതാകുന്നിൽ വെച്ചിട്ടേ അദ്ദേഹം വായിക്കാനേ ഇങ്ങനെ സ്ക്രോളായി പോകുന്നോണ്ടാട്ടാ, അല്ലെങ്കിലും വായിക്കും. നിങ്ങൾ മിശ്ര വിവാഹമാണോ? ഞങ്ങള് മിശ്ര വിവാഹം നടത്തി. കഷ്ടം. കുട്ടികളില്ല. ആ മൊയിലിയാരെ വീഡിയോയിൽ മൊയിലിയാരെ ഇങ്ങനെ വെറുക്കണ്ടായിരുന്നു. ഏതാ മൊയിലിയാർ? നിങ്ങൾ ഭാര്യയും ഭർത്താവും ആണോ? സൂപ്പറാണ് അഭിനയം. റൈഹാനത്ത് മജീദ്. റൈഹാനത്തെ ഞങ്ങൾ ഭാര്യയും ഭർത്താവല്ല. എന്തും എങ്ങനെ എന്താണ്? സുഖമല്ലേ മുത്തുമനീസയെ? KVS ശഭ. ഓക്കെ. ഷഭയാണോ സഭയാണോ അതോ ഷഭയാണോ? അറിയില്ല. അല്ല, മീസ വിവാഹമാണ്. നിങ്ങൾ സൂപ്പറാണ്. ജെയിംസ് PV. സന്തോഷം ജെയിംസ് ഏട്ടാ. നാസർ നാസി, ഹായ്. അപ്പോ ഏറെക്കുറെ നമുക്ക് നിർത്താൻ മതി. നമുക്ക് പാട്ടില്ലത്ത് കരീം. ഹായ്, നല്ല പേരാണല്ലോ പാട്ടില്ലത്ത് അല്ലേ? ഇല്ല ഷൗക്കത്തെ, മനസ്സിലായി. സമർ അല്ലേ? സമർ അലി. ഇത്തയൊക്കെ സൂപ്പറാണ്. ലാലു എസ്. ഹായ് ലാലു. ഷൗക്കത്ത് കാസിം. നമ്മുടെ മറ്റേ കണ്ണടകൂട്ടൻ എവിടെ? ഷൗക്കത്ത് കാസിമിന്റെ കമന്റ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ചില വാക്കുകൾ നമുക്ക് ഈ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളത് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. മോശം വാക്കല്ല, പക്ഷേ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ അറിയോ? ഇല്ല, അറിയില്ല. ഓഫീസിൽ എനിക്ക് മനസ്സിലാവും. ഞാൻ ഷൗക്കത്ത് പറയുമ്പോ ഷൗക്കത്ത് കാസിം ഓർമ്മ വരണ്ടേ? നിങ്ങൾക്ക് എത്ര കുട്ടികൾ? എനിക്ക് കുട്ടികളില്ല. ഉണ്ട് കേട്ടോ, 4 പെൺകുട്ടികളുണ്ട്. അല്ലേ ഹരി? 4 പെൺകുട്ടികളുണ്ട്. ആൾക്കാരുടെ ഇടയിൽ പറയും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. റസിയാക്ക് 2 കുട്ടികളുണ്ട്. സഭയാണ്. ഹരിക്ക് 3 കുട്ടികൾ. അല്ല, ഓക്കെ, സഭ. സന്തോഷം. സത്യൻ നെടിയോടത്ത് വളപ്പിൽ. എന്തോ ആലോചിച്ചോണ്ടിരിക്കണോ? ഞങ്ങളുടെ ക്യാമറാമാനാണ് സന്തോഷ്.
ഇരിക്കുന്ന കണ്ടില്ലേ? ഇനി വേറൊരു കുരങ്ങുണ്ട് അതിന്റെ ഉള്ളിലാ. നിങ്ങൾ ഭാര്യ ഭർത്താവാണ്, സോറി അല്ല. നിനക്ക് എന്തത്ര പ്രശ്നം? എനിക്ക് ഇന്നെ ഇത്രയും സുന്ദരിയായ എന്നെ ഭാര്യയാണെന്ന് പറഞ്ഞൂടെ? നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വെറുതെ ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് ട്രെയിനിന് തലവെക്കോ? അതെന്താ നിങ്ങൾ അങ്ങനെ അല്ല, കല്യാണം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ അങ്ങനെ ടൊക്കടത്തിയത്? അത് നിന്നെ ഉദ്ദേശിച്ചല്ല, നീ കറക്റ്റ്. ഹരിദാസ് ഹായ് പ്രദീപേട്ട, ശശികുമാർ. ഹായ്. അതാ ഞാൻ പറഞ്ഞ പ്രവേട്ടൻ അങ്ങാടിപ്പുറത്ത് വെച്ച് കണ്ടു. പ്രബേട്ടാ, പ്രവേട്ട സുഖാണ്. പ്രബേട്ട ഒരു ദിവസം വരൂട്ടാ കുറ്റിപ്പുറത്തേക്ക്. നിർത്തിക്കാളി മക്കളെ ബോറാക്കണ്ട ഞങ്ങക്ക് മേച്ചേരി. നിങ്ങൾ പറഞ്ഞ മാതിരി തന്നെ ചങ്കേ. ഈ തന്ത എവിടുന്നാണത്? ഒരു തന്തനെ പോലെ തോന്നുന്നുണ്ടല്ലോ. അയ്യോ അയ്യ, ഈ ലൈവ് പോലെ തന്നെയാണ് നിങ്ങളുടെ ആക്ടിങ്. തീർച്ചയായിട്ടും. ഓക്കെ, അങ്ങനെ നെൽസൺ. തന്നെയാണ് ഞങ്ങളുടെ സെറ്റ് അല്ലേ? ബാക്കിൽ പോകുന്ന 2 സ്ത്രീകൾ നിങ്ങളുടെ കൂടെ അഭിനയിച്ചിട്ട് പോകും. അല്ല, ഇതൊരു വഴിയാണ്, കണ്ടില്ലേ? ഒരു വഴിയാണ്. ആ വഴി കൂടെ എത്രയോ ആളുകൾ പോകും. എന്താ ചോദിക്കുന്നത്? കണ്ണടക്കുട്ടനെ കാണിക്കൂന്ന്. കണ്ണടക്കുട്ടൻ ഓഫീസിൽ ഇരിക്കണ കണ്ണടക്കുട്ടനെ ഞാൻ എങ്ങനെ ലൊക്കേഷനിൽ കൊണ്ടുവരാ? ഞങ്ങൾ കോട്ടയത്താണ് വിളിക്കുന്നത്. ലാലു. ഓക്കെ, ലാലു, താങ്ക് യു. നിങ്ങളെ മകൻ അഭിനയിച്ച ആ ചെറുപ്പക്കാരൻ, ആ ഷാജഹാൻ, അവൻ ഇപ്പൊ വീട്ടിലുണ്ട്. ആൽബിൻ ബെൻ ആണല്ലേ? ഓക്കെ. അപ്പൊ എല്ലാവരോടും അല്ലേ നമ്മള് ലൈവ് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് ലൈവിൽ വന്ന എല്ലാവർക്കും, ഞങ്ങളോട് സംസാരിച്ച, മെസ്സേജ് അയച്ച, കമന്റ് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. സഹദേവൻ. ഓക്കെ, അപ്പൊ ലൈവ് അവസാനിപ്പിക്കുന്നു. സന്തോഷം. അപ്പൊ ഇന്ന് മുതൽ മറക്കണ്ട, ഞങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് വരികയാണ്. ഇന്ന് മുതൽ നമ്മുടെ ടീം ഓറഞ്ചിലും അതുപോലെ തന്നെ മാംഗോ ചില്ലിയിലും കണ്ടന്റുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ അനുഗ്രഹം വേണം കേട്ടോ. എനിക്ക് അനുഗ്രഹം വേണ്ട, ആഗ്രഹം ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് ആഗ്രഹം അനുഗ്രഹമായിട്ട് ഞാൻ കരുതിക്കോളാം.